അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. ഇത് ഗരം മസാല ആയിട്ട് ഉപയോഗിക്കുക, ബിരിയാണി മസാല ആയിട്ട് ഉപയോഗിക്കുക, കറിയിലിടുക, എല്ലാ കറിയിലും ഇടുക. പിന്നെന്ന് പറഞ്ഞാൽ മഗ്ളൂബിലിടുക. അങ്ങനത്തെ ഒരു മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 100 ഗ്രാം ജീരകമാണ്. നല്ല ജീരകം 100 ഗ്രാം വേണം. 100 ഗ്രാം നല്ല ജീരകം. അപ്പോൾ നല്ല ജീരകം 100 ഗ്രാം വറുത്തെടുക്കണം. കരിക്കാണ്ട് വറക്കണം, വേറെ വേറെ വറക്കണം, ഒന്നിച്ചിട്ട് വറക്കാൻ പാടില്ല. അതേപോലെ പെരിഞ്ജീരകമാണ്, 100 ഗ്രാം പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം വേറെ വറക്കണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നല്ല സാജീരകമാണ്. സാജീരകം 50 ഗ്രാമാണ് വേണ്ടത്. 50 ഗ്രാം സാജീരകം വേറെ വേറെ വറുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ തണിഞ്ഞിട്ട് ഒന്നിച്ച് പൊടിച്ചെടുക്കണം. അപ്പം 100 ഗ്രാം പെരുംജീരകം, 100 ഗ്രാം നല്ല ജീരകം, 50 ഗ്രാം സാജീരകം. ജീരകത്തിൻ്റെ പണിയാണ് കഴിഞ്ഞു. അടുത്തെന്ന് പറഞ്ഞാൽ കുരുമുളകാണ്. 250 കുരുമുളക് വേണം. കുരുമുളക് ഒന്ന് ചൂടാക്കണം. ഇത് പൊടിയാണ്, പൊടിയായില്ല, കുരുമുളകായാലുമില്ല. 250 കുരുമുളക്, 750 പട്ട വേണം. കത്തോലം 100 ഗ്രാം. കത്തോലം നല്ല സ്റ്റാറാണ്, സ്റ്റാർ 100 ഗ്രാം. 25 ഗ്രാം ജാതിപത്രിയാണ്. ഗ്രാമ്പു 50 ഗ്രാമാണ്. ഇതാണ് ഗ്രാമ്പു. കണ്ടിട്ടില്ലാന്നും പറയണ്ട. ഇതാ 50 ഗ്രാം ഗ്രാമ്പു. പിന്നെ വേണ്ടത് 100 ഗ്രാം കറുത്ത ഏലക്കയാണ്. കറുത്ത ഏലക്ക നിർബന്ധമാണ്. കറുത്ത ഏലക്ക സൂപ്പർ മാർക്കറ്റിൽ കിട്ടൂല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓൺലൈനിൽ വാങ്ങിയാൽ മതി. കുറ്റിയായി ഉണ്ടെന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഡേമാർട്ടിലുണ്ടെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ നോക്കണം, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വേണ്ടത് ജാതിക്കയാണ്. ജാതിക്ക 3 എണ്ണം വേണം. 3 ജാതിക്ക വേണം. ഇത് പൊട്ടിക്കാത്തതാണ്, ഇതാ പൊട്ടിച്ചിട്ടുണ്ട്. 3 ജാതിക്ക. അപ്പോൾ ഇത് വേറെ അധികം വറക്കൊന്നും വേണ്ട. ജീരകം നന്നായിട്ട് വറക്കണം. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലിയാണ്. 100 ഗ്രാം കാശ്മീരി ചില്ലി ഒന്ന് ചൂടാക്കണം. അതുപോലെ ഇതും ഒന്ന് ചൂടാക്കണം. മുളക്, വത്തലമുളക് 100 ഗ്രാം. പിന്നെ വറക്കണ്ടാത്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം റെഡിയായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് എന്ത് ചെയ്യുക, പൊടിക്കുന്ന സമയത്ത് മഞ്ഞൾത്തൂൾ ഇട്ട് കൊടുക്കുക. നല്ലോണം പൊടിഞ്ഞു പോകണം, മിക്സായി പോകണം. കസൂരി മേത്തി 100 ഗ്രാമാണ്. 100 ഗ്രാം കസൂരി മേത്തി. പിന്നെ മഞ്ഞത്തൂളാണ്. മഞ്ഞത്തൂൾ അതുപോലെ തന്നെ 100 ഗ്രാം മഞ്ഞത്തൂൾ. 100 ഗ്രാം മഞ്ഞത്തൂൾ. ഇനി മഞ്ഞളായാലുമില്ല, മഞ്ഞത്തൂളായാലുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി പൊടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി മസാലയാവും. മസാല കാണിച്ചു തരാം. പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക കാണുന്നതിൽ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഞാൻ നമ്പർ മുകളിൽ ഇടുന്നുണ്ട്. നമ്പറിൽ വിളിച്ചാൽ മതി, എന്നെ കിട്ടും. വിളിക്കണ്ട, വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. ഇനിയുണ്ട് സാധനം, ഒരു മിനിറ്റ് വെക്കല്ല.
ഇതാണ് മസാല. ഇത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കണം. മിഷീനെ പൊടിച്ചാൽ മിഷീൻ അങ്ങ് പോയി പോകും. ഇതാ ഈ മസാലയാണിത്. നല്ല അടിപൊളി മസാലയാണ്. നല്ല മണവും കൊണവും എല്ലാം ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഗ്രാമ്പു, ജീരകം, കത്തോലം, കുരുമുളക്, ഏലക്ക കാണിച്ചില്ല, മറന്നു വയ്ക്ക്. 100 ഗ്രാം ഏലക്ക വേണം. പച്ച ഏലക്ക 100 ഗ്രാം വേണം. ഇത്രയേ വേണ്ടൂ. ഇതെന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ഒപ്പം ഇത് ഒന്ന് കാച്ചി കുടിക്കുകയും ചെയ്യുക. ഇതാണ് ശംഖുപുഷ്പം. എല്ലാ ദിവസവും രാവിലെ കുടിച്ചാൽ വളരെ നല്ലതാണ്. ഇത് മാങ്ങാൻ കിട്ടും, കടയിലെല്ലാം മാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ വിത്ത് കുറച്ചാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാക്കില്ലേ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്. ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇടാം, വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. പരമാവധി നിങ്ങൾ കാണുന്നതിന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക.